നമ്മളിപ്പോഴത്തെ ഈ ചൂട് സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാകും. അപ്പോൾ മുടി കൊഴിച്ചിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് മാജിക് ഗുളിക എന്തിനാണ് ഞാൻ എൻ്റെ കൈ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, സ്കിന്നിനും മുടിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇത് എങ്ങനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കാം, നമ്മുടെ സ്കിൻ ആൻഡ് ഹെയർ എങ്ങനെ കിടിലാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ സ്റ്റേ വിത്ത് മീ, ഓക്കെ? ഈ സംഭവം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ആയുർവേദിക് പച്ചമരുന്നുകളാണ്. ഇതിനകത്തുള്ള സംഭവങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നു, താരൻ വരുന്ന മുടിയിൽ, തലയ്ക്ക് ചൊറിച്ചിലുണ്ടാകുന്നു. കാരണം തല ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലയൊക്കെ ചൊറിയുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ഗുളിക എങ്ങനെ നമുക്ക് ഈ എണ്ണയിൽ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ജെല്ല് കണക്കത്തെ സാധനമാണ്. അത് പുറമെ ഇതിനകത്ത് ഓയിലാണ്. അപ്പോൾ ഞെക്കുമ്പോൾ കണ്ടോ, ഓയിൽ കണക്കത്തെ സാധനം നമ്മുടെ കയ്യിൽ വരും. ഒരുപാട് ഞെങ്ങി പോകരുത്. എന്നിട്ട് ബോട്ടിൽ തുറക്കുക, നമ്മൾ കട്ട് ചെയ്ത ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി ഒഴിക്കുക. ഈ എണ്ണയും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഹൈലിയും ഹെവിലി മാർക്കറ്റ് ചെയ്തേക്കുന്ന വലിയ വലിയ ബ്രാൻഡ്സുകളുടെ എണ്ണയും നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ വിലയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു കുപ്പി ഹെവിലി മാർക്കറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും എണ്ണ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് ടി വിയിലൊക്കെ ഒരുപാട് പരസ്യമുണ്ടല്ലോ, താരന് മുടി കൊഴിച്ചിട്ടിനൊക്കെയുള്ള ഒരുപാട് എണ്ണ, കഷണ്ടി മാറും എന്നൊക്കെ പറഞ്ഞുള്ള എണ്ണ. അതൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അതിന് ഹെവി വിലയായിരിക്കും. പക്ഷേ അതിനകത്ത് ഇത്രയും ഹെവി കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ ഇത് സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 100 രൂപ അല്ലെങ്കിൽ 150 രൂപ ആവത്തുള്ളൂ ഇത്രയുള്ളൊരു കുപ്പി. ഇത് ഓൾമോസ്റ്റ് 1/2 ലിറ്റർ ഉണ്ട്. നമുക്ക് വിശ്വസിക്കാം ഇതിനകത്ത് നമ്മൾ പറയുന്ന കണ്ടൻസ് ഉണ്ടെന്ന്. ഇത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ് ആണ്. മെയിൻലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എണ്ണകളൊക്കെ, കടയിൽ നിന്ന് മേടിക്കുന്ന എണ്ണകളിൽ നല്ല മണമൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിലും നല്ല മണം നമുക്ക് ചെയ്യാം. നമുക്ക് മണമുള്ള എണ്ണ ഒഴിച്ചാൽ മതി, മണമുള്ള പാരഷൂട്ടിൻ്റെ എണ്ണയൊക്കെ ഒഴിച്ചാൽ മതി, നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഈ കുപ്പിക്കകത്ത് ഈ പച്ചമരുന്നുകൾ നിറച്ച സംഭവം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ ഏതെങ്കിലും ആയുർവേദിക് കട, വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ആയുർവേദിക് കടയിൽ പോയിട്ട് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഫുള്ള് മേടിച്ചാൽ മതി. നിങ്ങൾ മേടിച്ചിട്ട് ഒരു കുപ്പിക്കകത്ത് ഇടുക, എന്നിട്ട് എണ്ണ ഒഴിച്ച് വെക്കുക. എണ്ണ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് 1 വീക്കിനുള്ളിൽ ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്ത് ഈ ഔഷധങ്ങളുടെ ഗുണങ്ങൾ ഫുള്ള് ഇറങ്ങും. നിങ്ങൾ എണ്ണ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, ചൂടുള്ള എണ്ണ ഒഴിക്കരുത്, നല്ല തിളപ്പിച്ച് ആറിയ എണ്ണ ഒഴിക്കുക. എണ്ണ തിളപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ എണ്ണയ്ക്കകത്ത് ചെറിയ ബബിൾസും പിന്നെ വെള്ളത്തിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ടാവും, സ്മോൾ കണ്ടൻസ് ഉണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ജേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചത്തുവും, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പ്യുവർ ഗുഡ് എണ്ണ കിട്ടും. ഇത് ഞാൻ മേടിച്ചത് 100 രൂപയുള്ളൂ ഈ സംഭവത്തിന്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ലിസ്റ്റോടെ മേടിക്കുവാണെങ്കിൽ അത്രയും രൂപയൊക്കെ ആവത്തുള്ളൂ. പറയണത് എണ്ണയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയണം, അപ്പോൾ അവർ ചെയ്തു തരും. ഇത് ഞാൻ മേടിച്ചത് ഗാന്ധിഗ്രാം ഗ്രീൻ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളത്ത് നിന്നാണ് ഞാൻ മേടിച്ചത്. എറണാകുളത്ത് കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇവരുടെ ചെറിയൊരു കട പോലത്തെ ഒരു സ്ഥലമുണ്ട്, ചെറിയൊരു സ്മോൾ ഇതുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഇതിന് മുന്നേ ഞാൻ മേടിച്ചിട്ടുണ്ട്, മൂന്നാറിലൊക്കെ പോയപ്പോഴത്തേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ സംഭവം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ആയുർവേദിക് പച്ചമരുന്നുകളാണ്. ഇതിനകത്തുള്ള സംഭവങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ ഉള്ളത് രാമച്ചം എന്ന് പറഞ്ഞ സാധനമുണ്ട്, നീലാംബരി, നെല്ലിക്ക, ദേവതാരം, വലംപിരി, ഇടംപിരി, ബ്രഹ്മി, കറ്റാർവാഴ, കീഴാനെല്ലി, കാട്ടുചെമ്പകം തുടങ്ങിയ ഔഷധങ്ങളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ എണ്ണ ഞാൻ പിന്നെ ഒഴിച്ചതാണ് ഇതിനകത്ത്. അതിൽ മിക്സ് ചെയ്തിരിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കിയ വെളിച്ചെണ്ണ ആണ്, തണുത്ത് കഴിഞ്ഞിട്ടാണ് ഒഴിച്ചേക്കുന്നത്, ചൂടോടെ ഒഴിക്കരുത്. എന്നിട്ട് ഇതിനകത്ത് ഒരു മാജിക് സംഭവം ഞാൻ ഇട്ടിട്ടുണ്ട്. മാജിക് സംഭവം എന്ന് വെച്ചാൽ ഈ ഗുളികയാണ്. ഈ മാജിക് ഗുളിക നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ഇടണം, എന്നാലേ നമ്മുടെ മുടി കൊഴിച്ചിൽ ഇല്ലാതിരിക്കത്തുള്ളൂ, മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറത്തുള്ളൂ. കാരണം ഈ മാജിക് ഗുളികയിൽ കുറച്ച് വൈറ്റമിൻസ് ഉണ്ട്. ഇത് വൈറ്റമിൻ ഇ ആണ്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ആണ്. ഇതിൻ്റെ വില 25 റുപ്പീസാണ്. എവിയോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഓയിൽ കണക്ക് സംഭവം ഇതിലുള്ളത്. ഇത് നമ്മൾ ഞെക്കി ഇതിനകത്ത് ഒഴിക്കണം. ഇതിലൊഴിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ 10 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ബാക്കി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കുക. അപ്പം നിങ്ങൾ എത്ര കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. നമ്മുടെ ശരീരത്തിലെ മുടി വളരാനും സ്കിൻ ബ്യൂട്ടിഫുൾ ആവാനും വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. ഈ വൈറ്റമിൻ ഇ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് താരൻ വരുന്നത്, മുടി കൊഴിച്ചിൽ വരുന്നത്, തലയ്ക്ക് ചൊറിച്ചിൽ വരുന്നത്, പിന്നെ മുഖക്കുരു വരെ വരുന്നത് വൈറ്റമിൻ ഇയുടെ കുറവുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തലയിൽ ഈ വൈറ്റമിൻ ഇ ഉള്ള എണ്ണ നമ്മൾ ഇടുമ്പോഴത്തേക്ക് തലയിൽ നമ്മൾ ഈ എണ്ണ ഒഴുകി നമ്മുടെ മുഖത്തോട്ടൊക്കെ ചെറുതായിട്ട് വരും. അപ്പം മുഖത്തിനും നല്ലതാണ്, സ്കിന്നും നല്ലതാണ്. സ്കിൻ കുറച്ചും കൂടെ തിളങ്ങും. നിങ്ങളുടേത് സ്കിന്നിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്കിൻ ചുളുങ്ങുന്ന ഇതൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ പോവും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് സ്കിൻ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ നിങ്ങൾ ഇത് മാത്രം
എടുക്കുക. ഈ ഗുളിക മാത്രം എടുക്കുക. ഇത് പൊട്ടിക്കതിനകത്ത് ഓയിലാണ് ഈ ഗുളികക്കകത്ത്. എന്നിട്ട് തേക്കുക. മുഖത്ത് ഫുൾ തേച്ചിട്ട് രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് മുഖം കഴുകിക്കളയുക. ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിനും നല്ലതാണ്, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആവും.